ഫ്രണ്ട്സ്, വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ എൻ്റെ ഫസ്റ്റ് ടീച്ചിങ് ജോബ് എക്സ്പീരിയൻസിൻ്റെ സെക്കൻഡ് പാർട്ട് ഇട്ടിരുന്നു. അപ്പോൾ മില്ലിനിയർ പബ്ലിക് സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തത് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഭാഗമാണിത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മില്ലിനിയർ പബ്ലിക് സ്കൂളിൽ ആസ് എ ടീച്ചർ ഞാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്തു. കുട്ടികളുമായൊക്കെ ഒരുവിധം അടുത്തിടപഴകി. അവിടെയുള്ള ടീച്ചേഴ്സ് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു, എല്ലാം ചെയ്തിരുന്നു. പക്ഷേ അവിടെ എനിക്കുണ്ടായ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിൽ കൂടുതൽ ടീച്ചേഴ്സും മലയാളികളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് പറയാൻ ട്രൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മുടെ ഒരു കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് മലയാളമാണല്ലോ. അപ്പം നമ്മുടെ ഒരു കോമൺ ടോക്ക് മലയാളത്തിലാകാൻ തുടങ്ങി. അതായത് ക്ലാസ് റൂമിൽ മാത്രം ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ടീച്ചേഴ്സ് റൂമിൽ വരുമ്പോൾ നമ്മൾ കൂടുതലും മലയാളം യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസി വളരെയേറെ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി. അതൊരു ഡ്രോബാക്ക് ആയിരുന്നു ആ സ്കൂളിൽ. അത് എൻ്റെ തന്നെ മിസ്റ്റേക്കാണ്. കാരണം ഞാനും മലയാളത്തിൽ പറയാൻ ശ്രമിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് ആ ഫ്ലുവൻസി അവിടെ ഗെയിൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഞാൻ ഫ്ലുവൻസി ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറ്റിയ ഇതെന്ന് പറഞ്ഞാൽ, മലയാളീസ് കൂടുതലുണ്ടായിരുന്നപ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് മലയാളം സംസാരിക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും മലയാളത്തിൽ സംസാരിച്ച് എൻ്റെ വിലയേറിയ ഓരോ നിമിഷവും അങ്ങനെ ഞാൻ വെറുതെ കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ അംബീഷൻ എന്ന് പറയുന്നത് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷാണ്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മലയാളത്തിൽ സംസാരിച്ചു എന്നുള്ളത് എൻ്റെ ഒരു കുറവാണ്. അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല, പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, സംസാരിക്കാൻ കുറച്ച് ഫ്ലുവൻ്റ് അല്ല എന്നുള്ള ആരെങ്കിലും ടീച്ചിങ് ജോബിലേക്ക് ഫസ്റ്റ് ടൈം പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ എല്ലാം, അതായത് ക്ലാസ് റൂം, ഐദർ ഇൻ ദ ക്ലാസ് റൂം ഓർ in the staff room or anywhere in the school corridors, wherever you meet others, you have to talk in English only. Then and there only you will learn how to speak fluently എന്നുള്ളതാണ്. തെറ്റുകൾ വരും, ഓഫ് കോഴ്സ് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. തെറ്റിയാൽ കുഴപ്പമില്ല, ബട്ട് ട്രൈയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തെറ്റിയില്ല എന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എതിരെ വരുന്നവർ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ അവർക്ക് സംസാരിക്കാൻ അറിയില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതൊരു ഡീമോട്ടിവേഷനായി കാണാതെ അതിൽ ഒരു കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നിലേക്കുള്ള നമ്മുടെ ആ ഒരു പാത്ത് വേ അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഡെമോ ക്ലാസ്, അവിടെ അതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഡെമോ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. അത് ഞാൻ വീട്ടിൽ പോയി വീണ്ടും സെൽഫ് പ്രാക്ടീസ് ചെയ്തു. സ്വന്തമായി തന്നെ സ്റ്റുഡൻസ് ഫ്രണ്ടിലിരിക്കുന്നത് പോലെ കണക്കാക്കി സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്ത സ്കൂളിൽ അപ് ടു സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. പിന്നെ ഞാൻ കുറേശ്ശെ ഇംഗ്ലീഷിൽ തന്നെ കാര്യങ്ങൾ സംസാരിക്കാനായി മനഃപൂർവ്വമായൊരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഓഫ് കോഴ്സ് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മളെല്ലാം പഠിച്ചത്, എല്ലാം ചെയ്തത്. പക്ഷെ നമുക്ക് ആ ഫ്ലുവൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായി ധാരാളം സമയം എനിക്ക് വേണ്ടി വന്നു. അവിടെ ഏകദേശം 1 ഇയറോളം ഞാൻ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു മില്ലിനിയർ പബ്ലിക് സ്കൂളിൽ. ആ കാലയളവിലാണ് ഞാനൊരു ടീച്ചിങ് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഗെയിൻ ചെയ്യാനുള്ള എൻ്റെ ശ്രമവും തുടർന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ധാരാളം കുട്ടികളും അവരുടെ പാരൻസുമായൊക്കെ നമുക്ക് പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായി. എൻ്റെ മോനും അതേ സ്കൂളിൽ LKGയിൽ പഠിക്കുകയാണ്. ആ ടീച്ചറിൻ്റെ ഫീഡ്ബാക്ക്, മോനെ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ഫീഡ്ബാക്കും എനിക്ക് നല്ല രീതിയിൽ കിട്ടാൻ തുടങ്ങി. ഈ അവസരത്തിൽ ഞാൻ ആ മാമിനെ, എൻ്റെ മോനെ പഠിപ്പിച്ച ആ മാം, പ്രിയ മാം, ഇത് കേൾക്കാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആ മാം എവിടെയാണെന്നും എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ല. എങ്കിലും ഞാൻ ആ മാമിനോട് കൂടി താങ്ക്സ് പറയുകയാണ്. വളരെയേറെ എഫേർട്ട് എൻ്റെ മോൻ്റെ കാര്യത്തിൽ ആ ടീച്ചർ ഇട്ടിരുന്നു. അതിൻ്റെ ഫലമായി മോന് നല്ല രീതിയിൽ പിക്കപ്പായി വന്നു. അതെനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു അനുഭവമായിരുന്നു. കാരണം മോനും അതേ സ്കൂളിൽ, ഞാനും ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ധാരാളം പാരൻസിനെ നമുക്ക് പരിചയപ്പെടാനുള്ള അവസരം കിട്ടി. അപ്പോൾ കുറേശ്ശെ നമുക്ക് ഉച്ചവരെയല്ലേ ഉള്ളൂ, മോർണിംഗ് ഷിഫ്റ്റ് മാത്രമേ ആ സ്കൂളിലുള്ളൂ. 1 o'clock സ്കൂള്
തീരും. ഇപ്പോൾ രാവിലെ 7:10 നമുക്ക് സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടത്. ചെറിയ രീതിയിലുള്ള അസംബ്ലി, പ്രെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ സ്കൂൾ അവേഴ്സാണ്. അപ്പോൾ അവിടുന്ന് എനിക്ക് മറ്റൊരു വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതെന്താണെന്ന് വെച്ചാൽ 1 മണിക്ക് നമ്മൾ സ്കൂൾ ഡിസ്പേഴ്സ്ഡ് ആവും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ കുട്ടികൾ എൻ്റെ വീട്ടിൽ, നമ്മളെ വീടും സ്കൂളിനോട് ചേർന്ന് കുറച്ചടുത്തായിരുന്നു, ഒരു 2-3 മിനിറ്റ്സ് വാക്കിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പാരൻസ് വന്ന് മാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്ന് വീട്ടിൽ ട്യൂഷൻ എടുക്കാമോ ഒരു 2 hours. അപ്പോൾ അവിടെ ഒത്തിരി ട്യൂഷൻ സെൻറ്റേഴ്സ് ഇതുപോലെ വീടുകളിൽ തന്നെ ഹോം ട്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്കതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് പ്ലസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. 1-2 പാരൻസ് ഇങ്ങനെ ചോദിച്ചു. ഞാൻ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് എനിക്കിതൊരു നല്ല അവസരമായി തോന്നി. അത്യാവശ്യം ഏർണിങ്സും നമുക്ക് അതുവഴി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി നമുക്ക് മറ്റുള്ള കുട്ടികളുമായി ഇൻ്റർഫിയർ ചെയ്യാനുള്ള അവസരങ്ങൾ അത് നമുക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ സ്കൂളിലുള്ള 2-3 പാരൻസ് എൻ്റെ വീട്ടിലേക്ക് ട്യൂഷൻ വരുന്ന കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുകയും അവരൊക്കെ പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് ട്യൂഷൻ വരാൻ തുടങ്ങുകയും ചെയ്തു. അതായത് 1 o'clock 1:30 ഒക്കെ ആകുമ്പോൾ വീടെത്തും. 4 o'clock തൊട്ടായിരുന്നു എൻ്റെ ട്യൂഷൻസ്. 4 to 6 ഒരു ബാച്ച്. അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിയുമ്പോൾ ഫ്രീ ആവും. പിന്നെ ഞാൻ 2nd സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു ഫ്രീ ടൈം നമുക്ക് വീട്ടിൽ കിട്ടുമായിരുന്നു. പിന്നീട് ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ട്യൂഷൻസ് എടുക്കാനുള്ള സമയം കിട്ടില്ല. കാരണം പിറ്റേ ദിവസത്തെ പ്രിപ്പറേഷൻ, ലെസൺ പ്ലാൻസ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതൊക്കെ ഇനി മുന്നിലേക്ക് വരുന്ന വ്ളോഗ്സിൽ ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെ മില്ലിനിയർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ തന്നെ എൻ്റെ വീട്ടിൽ ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ്, അവിടെ നിന്ന് ഒരു 3 സ്റ്റുഡൻസ്, പിന്നെ ഇതറിഞ്ഞും കേട്ടും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം കുട്ടികൾ എൻ്റെ ഹോം ട്യൂഷനിലേക്ക് ജോയിൻ ചെയ്തു. അതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഞാൻ അടുത്ത വ്ളോഗിലൂടെ സംസാരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സീ യു സൂൺ ലേറ്റർ. താങ്ക് യു. ലവ് യു ആൾ.